ഹായ് ഹലോ അസ്സാം വലൈക്കും. സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പം എന്താ നോക്കുന്നത്, നമുക്ക് വീണ്ടും മക്കളെ കിറ്റ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പം മക്കൾക്ക് കിറ്റ് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പം മക്കൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്നാക്സും അതേപോലെ ലഞ്ചിനുള്ളതും മാത്രം കൊടുത്തയച്ചാൽ മതി കേട്ടോ. അപ്പോൾ സ്നാക്സിന് ഇതാ ബ്രെഡ്, ഉള്ളി, ചീസ് വെച്ചിട്ടുള്ളതാണ് ഞാൻ ചെയ്തത്. പക്ഷേ ബ്രെഡ് ചെറുതായിട്ടൊന്ന് അധികം എന്താ പറയുക കരിഞ്ഞു പോയതുപോലെ തോന്നുന്നുണ്ട്. എന്നാലും വേണ്ടില്ല, സാരമില്ല. ആ കരിഞ്ഞ ഭാഗം ഞാൻ ഇതാക്കി വെച്ച് തുറക്കുമ്പോൾ തന്നെ ആ കരിഞ്ഞ് കണ്ട ചിലപ്പോൾ എൻ്റെ 2 മക്കളും അത് കഴിക്കുമല്ലോ കേട്ടോ. അങ്ങനെ ഏതായാലും ഞാൻ അതുള്ളിൽ ആ ബ്രെഡിൻ്റെ അതാണ് രണ്ടാക്കും സ്നാക്സിനായിട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഈ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ ശ്രമിക്കാറുള്ളത്. ഈ ബ്രെഡ് ഓംലേറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെ അത് റെഡിയായി. അതിനുശേഷം നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഓൽക്കിനുണ്ടാക്കും. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കുക്കുംബറും ഉള്ളിയും തൈരും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള നല്ല ടേസ്റ്റുള്ള സലാഡ് കേട്ടോ. ഈ സലാഡ് രണ്ടാക്കും ഇഷ്ടമാണ്. പക്ഷേ സ്കൂളിലും ഇതേപോലെ തന്നെ കിട്ടാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എല്ലാ ദിവസവും കൊടുക്കാറില്ല. അപ്പം ഇന്ന് ഏതായാലും ഞാൻ എനിക്ക് വേണ്ടി റെഡിയാക്കിയതുകൊണ്ട് ഇതും വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം എന്തായാലും ഓൾക്കൊരു സന്തോഷമാവുകയും ചെയ്യും, ഫുഡ് തോനെ കഴിക്കും എന്നുള്ള ആ ഒരു ഇതിലാട്ടോ ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ രണ്ടാളെയും പാത്രത്തിൽ കുറച്ച് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾക്ക് ലഞ്ചിന് ചോറ് കൊടുത്തയക്കേണ്ടല്ലോ. അപ്പോൾ അതിന് പകരം ഇതാണ് ഞാൻ കൊടുത്തയച്ചത് കേട്ടോ. ചോറിൻ്റെ കൂടെ അവിടുന്ന് കിട്ടുന്ന കറിയും അതിൻ്റെ കൂടെ ഇതും എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ കൊടുത്തത്. പിന്നെ അവർക്ക് ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റും പിന്നെ രണ്ടാക്കും വെള്ളം കൂടി കൊടുത്താൽ ഓലെ കിറ്റ് റെഡി ആവും കേട്ടോ. ഇത്ര പണിയുള്ളൂ കേട്ടോ. അപ്പോൾ ഓൾക്ക് രാവിലെ ഫുഡ് അങ്ങനത്തെ ഒന്നും വേണ്ട. ചില സമയത്ത് ഞാൻ സ്നാക്സും സ്നാക്സ് രാവിലത്തെ എന്താണോ കടി ഉണ്ടാക്കുന്നത് അതും കൊടുത്തയക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതേപോലെ രണ്ടാളതും സെറ്റാക്കി. അപ്പോൾ ഈ കിറ്റിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും വേണേ. അടുത്ത എന്താ പറയുക എന്തെങ്കിലും നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും വേണം കേട്ടോ.